ഫോട്ടോഗ്രാഫിയിലെയും ഫോട്ടോ എഡിറ്റിംഗിലെയും ഏറ്റവും പുതിയ ട്രെൻഡുകളെ പരിചയപ്പെടുത്തുന്ന ഫോട്ടത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ സീരീസായ ഫോട്ടം ട്രെൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഡിറ്റിംഗ് സ്റ്റൈലാണ് ഇൻസ്റ്റഗ്രാം ലോഗോ എഡിറ്റ്. നമ്മുടെ ചിത്രത്തിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ലൈറ്റ് റൂമിൻ്റെയോ ഒക്കെ ലോഗോ മെർജ് ചെയ്യുന്ന ഒരു കിടിലൻ എഡിറ്റിംഗ് സ്റ്റൈലാണിത്. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഇൻസ്റ്റഗ്രാം ലോഗോ എഡിറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫോട്ടത്തിൻ്റെ പുതിയ വീഡിയോകൾക്കും അപ്ഡേറ്റുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമുക്ക് നേരെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഈ ഒരു എഡിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് ആവശ്യം. ഒന്ന്, നമുക്ക് ഈ എഡിറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമേജ്. രണ്ടാമത്, നമുക്ക് ഈ ഇമേജിനെ മൂഡി ഡാർക്ക് ടോണിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈറ്റ് ആപ്പ് വേണം. മൂന്നാമത്തേതായിട്ട്, നമുക്ക് ഈ ചിത്രത്തിൽ ഇൻസ്റ്റഗ്രാം ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്തർ നമുക്ക് പിക്സാർട്ട് അല്ലെങ്കിൽ നമുക്ക് സ്നാപ്സീഡ് ഉപയോഗിക്കാം. അപ്പോൾ പിക്സാർട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സഹായകമാകും. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, അപ്പോൾ നമുക്ക് ഈ എഡിറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ചിത്രം പകർത്താം. അപ്പോൾ നല്ല ഇലകളും പൂക്കളും ഒക്കെ ഇത്തരം എഡിറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ എഡിറ്റിന് വേണ്ടിയിട്ട് ചിത്രം പകർത്തി കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 2, മൂഡി ഡാർക്ക് ടോൺ എഡിറ്റ്. അപ്പോൾ നമ്മൾ ഈ പകർത്തിയ ചിത്രത്തിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂഡി ടോണിലുള്ള ഇമേജ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. സോ ഈ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിത്രത്തിനെ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കുറച്ചൊരു മൂഡി ലുക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഇനീഷ്യലി തന്നെ നമുക്ക് എക്സ്പോഷർ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ട് എക്സ്പോഷർ ഒന്ന് കുറയ്ക്കാം. ഇനി കോൺട്രാസ്റ്റ് നമുക്ക് ഒരല്പം കൂട്ടാം. അതായത് ഒരു 20 ഒക്കെ കോൺട്രാസ്റ്റ് ഓക്കെ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് ഹൈലൈറ്റ്സിനെ ഒരു +50ലേക്ക് കൊണ്ടുവരാം. ഒരല്പം കൂട്ടിയിട്ട് ഒരു +50 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഹൈലൈറ്റ്സ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് ഡാർക്കർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷാഡോസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യും. അതായത് -100 നമുക്ക് ഷാഡോസിനെ എത്തിക്കാം. ഓക്കെ, ഇനി നമുക്ക് വൈറ്റ്സ് നമുക്ക്, അതായത് ഇതിലുള്ള വൈറ്റ് ഏരിയനെ കുറച്ചുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കൂട്ടാം. ഒരു 40-45 റേഞ്ചിലൊക്കെ വൈറ്റ്സ് കൊടുക്കുന്നത് ഓക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലാക്കിൻ്റെ വാല്യൂ കുറയ്ക്കുന്നതിനനുസരിച്ച് ചിത്രം കൂടുതൽ ഡാർക്കായിട്ട് മാറും. അപ്പം നമുക്ക് ഇതിൻ്റെ ബ്ലാക്കിൻ്റെ വാല്യൂ ഒരു -50ലേക്കൊക്കെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഇപ്പം തന്നെ നമ്മുടെ ചിത്രം ഇനീഷ്യലി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇരുണ്ട ചിത്രമായിട്ട് നമുക്ക് കിട്ടിത്തുടങ്ങി. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനൊരു ഫെയ്ഡഡ് ലുക്ക് കൊടുക്കാം. അവിടെയാണ് ശരിക്കും ഈ എഡിറ്റിങ്ങിൽ ഒരു മാജിക് ഹാപ്പൻ ചെയ്യുന്നത്. ഇപ്പോൾ താഴെ ഒരു ബ്ലാക്ക് പോയിന്റ് ഉണ്ട്. ആ ബ്ലാക്ക് പോയിന്റിൽ നമുക്ക് പയ്യെ ടച്ച് ചെയ്തിട്ട് ബ്ലാക്കിൻ്റെ വാല്യൂ നമുക്ക് കുറച്ച് കൂട്ടാം. അപ്പോൾ ഇതിനനുസരിച്ച് ചിത്രം കൂടുതൽ ഒരു ഫെയ്ഡഡ് ആവുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ലുക്ക് കിട്ടിയതിന് ശേഷം പതുക്കെ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പോഷർ കേർവ്സിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇതിനൊരു ഫെയ്ഡഡ് ലുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാതെ, അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ രസമുള്ള ഒരു ഫെയ്ഡഡ് ലുക്ക് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചിത്രത്തിനെ കളർ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഇതേ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ടൂളുകളിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തിന് ഏത് ടോണാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ബ്ലൂ ടോൺ ആണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ ഡൗൺ ചെയ്യാം. കുറച്ചൊരു യെല്ലോ ടോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടാം. അപ്പോൾ ഞാൻ ഈ ചിത്രത്തിന് കുറച്ചൊരു യെല്ലോ ടോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഒരു +10 ഒക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു യെല്ലോ ടോണ് നമ്മൾ ഈ ചിത്രത്തിൽ കൂട്ടി. നമ്മളെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓവറാക്കാതെ വളരെ സെറ്റിലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചിത്രത്തിൽ മൊത്തത്തിൽ ഇതിൻ്റെ വൈബ്രൻസ് ഒരല്പം കൂട്ടാം. അല്പം എന്ന് പറയുമ്പോൾ നമുക്കൊരു +15 ഒക്കെ മതി, 15-16 ഒക്കെ മതി. ഇനി അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷനും നമുക്ക് ഒരല്പം കൂട്ടാം. ഒരു +15 തന്നെ നമുക്ക് സാച്ചുറേഷൻ കൂട്ടാം. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ കുറച്ചുകൂടി രസകരമായിട്ടുള്ള കളറൊക്കെ കിട്ടിത്തുടങ്ങി. ഇനി നമുക്ക് സ്പെസിഫിക്കലി ഓരോ കളറിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിക്സിൽ പോവാം. അപ്പോൾ ഈ ചിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അധികം കളേഴ്സ് ഒന്നുമില്ല, ഗ്രീനും യെല്ലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ കളർ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി, മറ്റുള്ള കളറുകളൊന്നും അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം ഗ്രീനിലോട്ട് പോകും. അപ്പോൾ ഗ്രീൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിന് കുറച്ചൊരു യെല്ലോ ടോൺ വെച്ചിട്ടുള്ള ഒരു മൂഡി ഇമേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രീനിൻ്റെ ഹ്യൂ കുറച്ച് കുറയ്ക്കാം. അതായത് ഒരു -25ലേക്കൊക്കെ ഞാൻ കൊണ്ടുപോകണം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രീനിൻ്റെ സാച്ചുറേഷൻ നമുക്ക് കുറയ്ക്കാം. ഒരു -25 ഒക്കെ നമുക്ക് കുറച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിത്രം കൂടുതൽ മൂഡി ലുക്കിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഗ്രീനിൻ്റെ ലൂമിനൻസ് ഒരല്പം കൂട്ടാം.
ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി യെല്ലോ കളേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ യെല്ലോയിൽ പോയി, അപ്പോൾ നമ്മൾ യെല്ലോ കൂടുതൽ ഒരു യെല്ലോയിഷ് ടോണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹ്യൂ നമുക്ക് കുറയ്ക്കാം. ഒരു -30 കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് യെല്ലോൻ്റെ സാച്ചുറേഷൻ ഒരല്പം കുറയ്ക്കാം. ഒരു -20 കൊണ്ടുവരാം. അതുപോലെ യെല്ലോൻ്റെ ലൂമിനൻസ് ഇവിടെ കുറയ്ക്കാം. 30-35 ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിനെ കുറച്ചുകൂടി രസകരമായിട്ടുള്ള ഒരു കളർ ഗ്രേഡിങ് കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ എഡിറ്റിൽ ഹാപ്പി ആണെങ്കിൽ നമുക്കിവിടെ ഡൺ കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചിത്രത്തിന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വിനിയേറ്റി ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഫക്ട്സിൽ പോകും. അപ്പോൾ എഫക്ട്സിൽ പോയിട്ട് നമുക്ക് വിനിയേറ്റി ആഡ് ചെയ്യാം. ഒരു -25 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ പോർഷൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടും ഔട്ടറൊക്കെ ഒന്ന് ഡാർക്ക് ആയിട്ടും കിട്ടും. അതൊരു ചിത്രത്തിനെ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് മാറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ മിഡ് പോയിന്റിൻ്റെ ലൈറ്റ് നമുക്ക് കുറച്ച് കുറയ്ക്കാം. അപ്പോൾ 50 എന്നുള്ളത് ഒരു മൂഡി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ വാല്യൂ കുറച്ചിട്ട് ഒരു 30-35 നമുക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ചുകൂടി ഒരു കളർ ടോൺ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ടോൺ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഷാഡോസിൽ ഒരല്പം ബ്ലൂ കളർ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാം. വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മതി. സാച്ചുറേഷനൊക്കെ കുറച്ചിട്ട് നമുക്കൊരു നൈസ് ബ്ലൂ കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഷാഡോസിൽ മാത്രമേ കളർ ആഡ് ചെയ്തിട്ടുള്ളൂ, ഹൈലൈറ്റ്സിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ബ്ലൂയിഷ് എഫക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഈ ചിത്രത്തിന് ഒന്നുകൂടി ഷാർപ്പൻ ചെയ്യാം. അപ്പോൾ ഷാർപ്പൻ വാല്യൂ നമുക്കൊരു 20-25 ഓക്കെയാണ്. അപ്പോൾ നമ്മൾ 25 വെച്ചു. അപ്പോൾ നമ്മൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു സാധാരണ ഇലച്ചിത്രത്തിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂഡി ഡാർക്ക് ടോൺ ഇമേജ് ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ ചിത്രം. അപ്പം നോക്കിയേ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ നമ്മൾ ചിത്രത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 3, നമ്മൾ കളർ ഗ്രേഡ് ചെയ്ത ചിത്രത്തിലോട്ട് ഇനി ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗോ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ എഡിറ്റിന് പിക്സാർട്ടാണ് യൂസ് ചെയ്യുന്നത്. പിക്സാർട്ടിൽ ചിത്രത്തിന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻസ്റ്റഗ്രാം ലോഗോ എന്ന് സെർച്ച് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ലോഗോ വൈറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് വൈറ്റ് കളറിലുള്ള ഇൻസ്റ്റഗ്രാം ലോഗോ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ റിസൾട്ടിൽ കുറേ ലോഗോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വൈറ്റ് ലോഗോ ഉണ്ട്, അപ്പം അത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ലോഗോ നമ്മുടെ ചിത്രത്തിലേക്ക് ആഡായി. ഇനി നമുക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു സൈസിൽ നമ്മുടെ ഈ ചിത്രത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്താണ് ഈ എഡിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇവിടെ എറേസർ കാണാം. ഈ എറേസർ ടൂൾ ചൂസ് ചെയ്യാം. എറേസർ ടൂൾ ചൂസ് ചെയ്തിട്ട് അതിനുശേഷം നമുക്കൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്തിട്ട് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് ഇതിലെ ചില പോർഷൻസ് നമുക്ക് മായ്ച്ചു കളയാം. അപ്പോൾ നമ്മൾ ഈ ഇലകളുടെ ഇടയിലായിട്ട് നമ്മൾ ഈ ലോഗോ പ്ലേസ് ചെയ്ത പോലെയുള്ള ഒരു ഫീല് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സൂം ചെയ്തിട്ട് വളരെ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ നമുക്ക് മായ്ച്ചെടുക്കാം. എഡ്ജസ് ഒക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ മായ്ക്കണം. അപ്പോൾ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ലോഗോ നമ്മുടെ ഇമേജുമായിട്ട് മെർജ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എടുത്ത ചിത്രം ഇതായിരുന്നു. നമ്മൾ ഫൈനലി എഡിറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാം ഒക്കെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഫൈനൽ ഇമേജ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു എഡിറ്റിംഗ് ട്രെൻഡുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. സീ യു ഗൈസ്, ബൈ.